ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും മക്കളായി നടക്കുവാൻ ഉപദേശിച്ചുവെങ്കിൽ എഫേസ്യ ലേഖനം 5 അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനത്തിലൂടെ ജ്ഞാനത്തിൻ്റെ മക്കളായി നടക്കുവാൻ ഉപദേശിക്കുന്നു. പാപത്താൽ തകർന്ന ഒരു ലോകത്തിനുള്ളിൽ ആത്മീയ ശിക്ഷണത്തിലൂടെ വിശുദ്ധീകരണത്തിലേക്ക് വളരുവാനാണ് വേദഭാഗം ആഹ്വാനം ചെയ്യുന്നത്. ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസങ്ങളുടെ പര്യായമായി ക്രിസ്തീയ ജീവിതത്തെ അജ്ഞാനവും ജ്ഞാനവുമായി ഇവിടെ വിവരിക്കുന്നു. നാം ആരാകുന്നുവെന്നും നാം എങ്ങോട്ട് യാത്ര ചെയ്യുന്നുവെന്നും നമ്മുടെ ആത്യന്തിക ലക്ഷ്യസ്ഥാനം ഏതാണെന്നുമുള്ള ധാരണയോടെ നടക്കുന്നതിനാണ് ജ്ഞാനികളായി നടക്കുക എന്ന് പറയുന്നത്. ജ്ഞാനത്തിൻ്റെ മക്കളായി നടക്കേണ്ടത് എഫേസ്യ ലേഖനം 5:8 പറയുന്ന വെളിച്ചത്തിൻ്റെ മക്കളായി തീരുവാനാണ്. ആ വെളിച്ചം ക്രിസ്തുവാണ്. എന്നാൽ ഇതിൻ്റെ മറുവശത്ത് ക്രിസ്തീയ മാർഗത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കാൻ കഴിവുള്ള തെറ്റായ വഴികളെ തിരിച്ചറിഞ്ഞ് അവ തിന്മയുടെ പാതകളായി മുദ്രകുത്തി അവയിലേക്ക് തിരിയാതിരിക്കുക എന്നുള്ളത് ജ്ഞാനത്തിൽ നടക്കുന്നതിൻ്റെ അനുഭവമാണ്. വിശുദ്ധ മാമോദീസ ക്രമത്തിൽ സ്നാനാർത്ഥിക്ക് വേണ്ടി ഇവൻ ഇനിയും ദുഷ്പ്രഭുക്കളെയോ അന്ധകാര ശക്തികളെയോ ഭയപ്പെടുവാനിടയാകാതെ നിന്റെ തേജസ്സിൽ തന്നെ നടക്കുകയും പ്രകാശപുത്രനായി തീരുകയും നിന്നിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പ്രകാശത്തിൽ ജ്ഞാനിയായി നടക്കുന്നതിനെയാണ്. 15 വാക്യത്തിൽ ജ്ഞാനികളോടുള്ള നടപ്പ് ആത്മീയ അവബോധത്തിലേക്കും അശ്രദ്ധമായ ഒന്നിനു പകരം സൂക്ഷ്മവും കേന്ദ്രീകൃതവുമായ ഒരു ജീവിതത്തിലേക്കുമുള്ള ഒരു ആഹ്വാനമായി കൊടുത്തിരിക്കുന്നു. ഇതൊരാളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും സ്ഫുടം ചെയ്യുന്നതിനാണ്. ഈ ജാഗ്രത സുബോധത്തിലേക്ക് നയിക്കുവാനാണ്. ജ്ഞാനികളായിട്ടുള്ള വിശുദ്ധീകരണത്തിൻ്റെ ദിവ്യ നടപ്പിലൂടെ സഭയുടെ രഹസ്യത്തിലേക്ക് പ്രവേശിച്ച് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്ന ഒരു ജീവിതത്തെയാണ് വചനഭാഗം ലക്ഷ്യം വയ്ക്കുന്നത്. ആ ദിവ്യ നടത്തിപ്പിലൂടെ നാം സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മക്കളായി വസിച്ച് നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായ ക്രിസ്തുവിലും നിത്യതയിലും എത്തിച്ചേരുമാറാകണം. അവിടെ എത്തുവാനുള്ള വഴികൾ നമുക്ക് മുമ്പിൽ ഓരോന്നായി തുറക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.